നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും abcreationലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഇല്ലുസ്ട്രേറ്റർ ഉപയോഗിച്ച് ഒരു അടിപൊളി മോണോഗ്രാം ലോഗോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാനാണ് ഗൈസ്. ഈ ലോഗോ നമ്മൾ വളരെ സിമ്പിൾ മെത്തേഡ് ഉപയോഗിച്ചാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ചാണ് സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ബേസിക് ഷേപ്സും അതുപോലെ തന്നെ ഷേപ്പ് ബിൽഡർ ടൂളും യൂസ് ചെയ്താണ് ഇത് ചെയ്യണത്. അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. വിത്തൗട്ട് ബേസിക് എനി മോർ ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അതിന് ഇല്ലുസ്ട്രേറ്റർ ഓപ്പൺ ചെയ്യാം. ഒരു ആർട്ട് ബോർഡ് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ ലൈൻ സെഗ്മെന്റ് ടൂൾ എടുക്കുക ഗൈസ്. ഒരു ലൈൻ വരക്കുക ഗൈസ്. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് വെച്ചാൽ സ്ട്രൈറ്റ് ആയിട്ട് കിട്ടും ഗൈസ്. ഇതിൻ്റെ സ്ട്രോക്ക് 1 pt കൊടുക്കുക. ആൾട്ട് പ്രസ് ചെയ്തിട്ട് നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഇതുപോലത്തെ 12 ലൈൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. Ctrl D അടിച്ചാൽ മതി ഗൈസ്. നമ്മൾ 12 ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഗൈസ്. ഈ ലൈനെല്ലാം സെലക്ട് ചെയ്യാം. ഇത് നമുക്കൊന്ന് ഗ്രൂപ്പ് ആക്കാം. ഗ്രൂപ്പ് ആക്കാനായിട്ട് Ctrl G കൊടുക്കുക ഗൈസ്. ഇനി നമുക്ക് പിന്നെ സെൻറ്ററിലേക്ക് അലൈൻമെൻറ്റ് ചെയ്യണം ഗൈസ്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഈ ടൂൾസ് യൂസ് ചെയ്യാം. സെൻറ്റർ അലൈൻമെൻറ്റ് കൊടുക്കുക ഗൈസ്. ഇനി Ctrl Shift G അടിച്ചാൽ ഇത് അൺഗ്രൂപ്പ് ആകും ഗൈസ്. ഇനി ഒന്നും കൂടി സെലക്ട് ചെയ്യുക. എഡിറ്റിൽ പോവാം. കോപ്പി കൊടുക്കുക. എഡിറ്റിൽ പോവാം. പേസ്റ്റിന് ഫ്രണ്ടിൽ നിന്ന് കൊടുക്കുക ഗൈസ്. നിങ്ങൾക്ക് ഷോർട്ട് കട്ട് കീസ് യൂസ് ചെയ്യാം. ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഏകദേശം ഒരു അലൈൻമെൻറ്റ് ശരിയായിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഗ്രിഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു സർക്കിൾ വരക്കാം. അതിനുവേണ്ടി നിങ്ങൾ എലിപ്സ് ടൂൾ എടുക്കുക ഗൈസ്. ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ട് ഒരു സർക്കിൾ വരക്കുക. ആ എല്ലാ പോയിന്റ്സും മാച്ചാണ് രീതി വേണം വരക്കാനായിട്ട്. ഞാൻ സർക്കിൾ സെലക്ട് ചെയ്തിട്ട് എഡിറ്റിൽ പോവാം. കോപ്പി എടുക്കുക. എഡിറ്റിൽ പോയിട്ട് പേസ്റ്റിന് ഫ്രണ്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പിന്നെ ഷിഫ്റ്റും മാൾട്ടും യൂസ് ചെയ്തിട്ട് ആ സർക്കിൾ ഒന്ന് ചെറുതായി കൊടുക്കുക. നമ്മുടെ ഗ്രിഡ് ഏകദേശം റെഡി ആണ് ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ ലോഗോ വരച്ചു തുടങ്ങും. അതിനുവേണ്ടി നിങ്ങൾ എല്ലാം സെലക്ട് ചെയ്യുക ഗൈസ്. നിങ്ങൾ ഷേപ്പ് ബിൽഡർ ടൂൾ സെലക്ട് ചെയ്യുക. നമുക്കിതൊന്ന് ബ്ലാക്ക് ആയി കൊടുക്കാം. ഇനി നമ്മൾ വരക്കാൻ ഉദ്ദേശിച്ച ഷേപ്പ് വരച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ ABC ലോഗോണ് ക്രിയേറ്റ് ചെയ്യണത്. നമുക്ക് അത് തന്നെ B വരക്കാം. B ഏകദേശം റെഡി ആണ് ഗൈസ്. ഇനി നമുക്ക് A വരക്കാം. ഇനി നമുക്ക് C വരക്കാം. നമ്മുടെ ലോഗോ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് എല്ലാ ലെറ്റേഴ്സും സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് പാത്ത് ഫൈൻഡറിൻ്റെ ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് പോയിട്ട് നമുക്ക് ഈ യുണൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുക. Ctrl C ക്ലിക്ക് ചെയ്യുക. ഈ ബാക്ക്ഗ്രൗണ്ടുകളെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയണം. Ctrl A സെലക്ട് ചെയ്യുക.
അപ്പോൾ എല്ലാം സെലക്ട് ആയിട്ടുണ്ട് ഗൈസ്. ഇനി ഡിലീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി കൺട്രോൾ വി അടിച്ചാൽ നമ്മൾ ചെയ്ത ലോഗോ മാത്രം ഇവിടെ പേസ്റ്റ് ആയിട്ട് കാണാൻ സാധിക്കും. ഇതിൻ്റെ സ്ട്രോക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. നമ്മുടെ ലോഗോ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിലിട്ട് ഗ്രേഡൊക്കെ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ആഫ്റ്റർ എഫക്ട്സിലിട്ട് ഒരു അനിമേഷനൊക്കെ വേണമെങ്കിൽ കൊടുക്കാൻ സാധിക്കും.